ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് ജെല്ലി കേക്കാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഫ്രൂട്ട് ജെല്ലി കേക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 2 ഗ്ലാസ് അളവിലുള്ള വെള്ളം നമ്മളിവിടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള അഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അഗർ പൗഡറും പഞ്ചസാരയും കൂടി വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു മിക്സ് 2 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പുഡിംഗ് ട്രേ ആണ്. പുഡിംഗ് ട്രേയോ മറ്റെന്തെങ്കിലും പാത്രമോ എടുത്താലും മതി. ഇനി നമുക്ക് ഈ പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ അഗർ വാട്ടർ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടു കട്ട് ചെയ്തിട്ട് ആദ്യം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അടുത്തതായി നമുക്ക് മുന്തിരി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ മുന്തിരി നടു കട്ട് ചെയ്ത് കുരുവെല്ലാം കളഞ്ഞ ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കിവി ഫ്രൂട്ട് വെച്ച് കൊടുക്കാം. അടുത്തതായി നമുക്കൊരു പ്ലംസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, മാംഗോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഒരു ആപ്പിൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അനാർ പീസസ് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സബ്ജ സീഡ്സ് ആണിത്. വീണ്ടും നമുക്ക് കുറച്ച് കിവി കൂടി വെച്ച് കൊടുക്കാം. നടുഭാഗത്തായിട്ട് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തത് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കി വന്നിട്ടുള്ള അഗർ വാട്ടർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരികെല്ലാം നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കണം. ഈ ജെല്ലി കേക്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഓരോ ടൂത്ത് പിക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ ഒരു ടൂത്ത് പിക്ക് എല്ലാം നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഫ്രൂട്ട് ജെല്ലി കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.